ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എബിഡി ടെക്. എബിഡി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗ് വീഡിയോ എന്നാൽ ഏതൊരു മൊബൈൽ ഫോൺ ഉപഭോക്താവിനെയും അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഐഫോണിൽ നിന്ന് എടുക്കുന്ന മാതിരി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ട്രൈപോഡാണ്, ഒരു റിംഗ് ലൈറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ റിംഗ് ലൈറ്റും ട്രൈപോഡും ഒന്നിച്ചു ചേർന്നതാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ വിലയും മറ്റും ഞാൻ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളിത് അൺബോക്സിങ് കാണുക. ഓക്കെ, ഇതാണ് ആ ഉൽപ്പന്നം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഞാനിത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ഇത് ഇൻസ്റ്റാളേഷനും എല്ലാം നിങ്ങൾക്ക് കാണിച്ച് തരികയാണ്. ഇതിലുള്ളത് ഒരു വടി. ഇതാ, പൊട്ടിച്ച് കളിക്കാൻ താല്പര്യമുള്ളവർക്കുള്ളൊരു സാധനം ഇതിലുണ്ട്. ഇത് ഈ റിംഗ് ലൈറ്റിൻ്റെ ക്ലാരിറ്റി വളരെ കൂടുതലാണ്. ഏതൊരു മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുത്താലും അത് നിങ്ങൾക്ക് ഐഫോണിൽ നിന്ന് എടുക്കുന്നത് മാതിരിയാക്കി എടുക്കാൻ കഴിയും എന്നാണ് ഇത് മേടിച്ച ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ മെയിൻ ഭാഗം, പ്രധാന ഭാഗം ഇതാണ്. റിംഗ് ഫിൽ ലൈറ്റ് ആൻഡ് ബിന്നി ഫാക്സ്. ഇനി അടുത്ത ഭാഗം നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇത് ഇവിടെ മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. വീഡിയോയുടെ ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കാം. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഈ ട്രൈപോഡിന് വളവുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് വളവുണ്ടോ? ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് വരിക ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നും പൊളിച്ച് കാണിക്കുന്നത്. ഇതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ സ്റ്റാൻഡ്. സുഹൃത്തുക്കളെ അതിൽ നിന്ന് എടുത്ത ട്രൈപോഡ്
നമുക്കിത് നോക്കാം. ഇങ്ങനെ നമ്മൾ ഇതിലെടുത്താൽ ഇങ്ങനെ ഇതാണ് സുഹൃത്തുക്കളെ ട്രൈപോഡ്. നമുക്ക് ട്രൈപോഡ് കാണാം. ഇങ്ങനെ ഇവിടുന്ന് ഊരിയെടുക്കുക. ഇങ്ങനെ പൊന്തും. ഇങ്ങനെ പൊന്തിയതിന് ശേഷം മനോഹരമായി എത്തുന്നു. ഓക്കെ, നമുക്കിതെല്ലാം ടൈറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഇവിടെയുള്ള ആവശ്യത്തിന് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് റിംഗ് ലൈറ്റ്. നമ്മളിത് അയക്കുകയാണ്. റിംഗ് ലൈറ്റ് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. കാണില്ല മുടുക്കോ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണിത്. നല്ല കട്ടിയും തൂക്കവും എല്ലാം ഇതിനെ അനുഭവിക്കുന്നുണ്ട്. ഇത് ഇതിലിങ്ങനെ ഒരു ഹോളാണ്. ഇതിലിങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. അമർത്തി കൊടുക്കുന്ന നമ്മൾ അത് ലൂസാക്കോ ടൈറ്റാക്കോ എന്തോ വേണം. യെസ്, അത് ലൂസാക്കിയതിന് ശേഷമാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. എന്നാലേ അത് അധികം ആ സാധനത്തെ കേട് വരുത്താതെ അതിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മതിയാ. എന്ത് ചെയ്യുക, അത് ഫുള്ള് ഊരിയതിന് ശേഷം ഞാനിത് കാരണം ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഈ സംഗതി മനസ്സിലായി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ പ്രൊഡക്റ്റ് ആദ്യമായി കാണുകയാണ്. ഞാനിതിൻ്റെ വീഡിയോകളെ കണ്ടിട്ടുള്ളൂ. പിരി ഇളകാതെ നോക്കണം. പിരി യെസ്. ഇതാണ് ക്യാമറ കൊടുക്കാനുള്ള സാധനം, മൊബൈൽ ഫോൺ കൊടുക്കാനുള്ള സാധനം. ഇതാണ് ഇത് ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ സാധനം ഫിറ്റ് ചെയ്യേണ്ട എളുപ്പമാണ്. വളരെ കുട്ടികൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. നിങ്ങൾ പ്രയാസപ്പെടാനൊന്നുമില്ല, ബുദ്ധിമുട്ടാനില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഥവാ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് സംഗതി മനസ്സിലാവും. ഇനി ഇവിടെ ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്യുമ്പോൾ വയർ കയറി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണോ, വയർ എടുത്ത് ഇതിനെ കൂടി ചാർജറില്ല. നമ്മൾ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പവർ ബാങ്ക് ഉപയോഗിക്കാം. മൊബൈലിൻ്റെ പവർ ബാങ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സാധാ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിക്കാം. അതിനുള്ള കണക്ഷൻ ഇവിടെ ഉണ്ട്. പവർ ബാങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് പുറത്തോ ഇരുട്ടത്തോ എവിടെയോ വെച്ചിട്ട് ചെയ്യാം. വളരെ ഉപകാരപ്രദമായൊരു ഉൽപ്പന്നമാണിത്. കാരണം ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് ടൈറ്റാക്കാനുള്ള സിസ്റ്റം ഇതാ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ഉണ്ട് എല്ലാ സ്ഥലത്തും. നിങ്ങൾക്ക് വേണ്ടിയ പോലെയല്ല എന്ത് ചെയ്യുക, ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ക്യാമറ ഓണാക്കാൻ പോവുകയാണ്.
ക്യാമറയില്ല, ലൈറ്റ് ഓണാക്കിയില്ല. ഓണാക്കാനുള്ള പരീക്ഷണത്തിലാണ്. നമുക്ക് നോക്കാം അങ്ങനെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ടിക് ടിക്. ഇതാണ് ക്യാമറ ലൈറ്റ് ഓണാക്കിയതിന് ശേഷമുള്ള വ്യത്യാസം. ഇത് ഞാൻ ക്യാമറേൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റുന്നുണ്ട്. ഇത് സെൽഫി ക്യാമറയിൽ നിന്നാണ് ഞാനിപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ കരുതുന്നു. ഞാൻ ഇതിൻ്റെ കളറൊന്ന് മാറ്റി കാണിക്കുകയാണ്. ഈ പിന്നത്തിന് നിങ്ങൾക്ക് കളറ് മാറ്റാം. നിങ്ങൾക്ക് വേണ്ട എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്ന് വേക്കോട്ട് വെക്കാണ്. നികലൊന്നുമില്ല. ടിക് ടിക്. വോൾട്ടേജ് കൂട്ടി ഇനി കുറച്ചു. ഇനി ഇതിൻ്റെ കളറുകൾ നമുക്ക് വിധത്തിൽ മാറ്റാം. അതാണ് ഞാൻ കാണിക്കുന്നത്. ടിക് ടിക്. എങ്ങനെയുണ്ട്? നല്ല കളറാണോ? ടിക് ടിക്. വേറെ കളറ്. ടിക് ടിക്. 3 കളറ്. ഇങ്ങനെ 3 കളറായിട്ട് നിങ്ങൾക്ക് മാറ്റാം. നല്ല മനോഹരമായൊരു ഉൽപ്പന്നമാണ്. ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതിൻ്റെ ലിങ്ക്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ആകെ ആൾ സുന്ദരനായി, മമ്മൂട്ടിനെക്കാട്ടും അല്പം സൗന്ദര്യം വർദ്ധിച്ചതായി എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഉൽപ്പന്നം വാങ്ങിയതിന് ശേഷം എനിക്കൊരു ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. എനിക്ക് മമ്മൂട്ടിയുമായിട്ടൊന്ന് സൗന്ദര്യ മത്സരം വെച്ചാലോ എന്ന്. ഏതായാലും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് കരുതുന്നു. വളരെ മനോഹരമായ ഉൽപ്പന്നമാണ്. ഈ ഉൽപ്പന്നം വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബി സ്റ്റേ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.